സൂപ്പർ പ്രൈം ടൈം രണ്ടാമത്തെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. മെഡിക്കൽ കോളേജ് കോഴ വിവാദം ചർച്ച ചെയ്യാൻ ചേർന്ന കോർ കമ്മിറ്റിയും ഭാരവാഹി യോഗവും റിപ്പോർട്ട് ചോർച്ചയിലെ നെല്ലും പതിരും തിരഞ്ഞ് അവസാനമെല്ലാം അമിത്ഷായ്ക്ക് വിട്ടുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. MT രമേശിന്റെ കണ്ണീരിൽ ഉലഞ്ഞ യോഗം അതിന് കാരണക്കാരെ കണ്ടെത്തി എത്ര ഉന്നത നേതാവായാലും നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. കോഴയ്ക്ക് പിന്നിൽ RS വിനോദ് എന്ന BJP സഹകരണ സെൽ കൺവീനർ മാത്രം. വ്യക്തിയാധിഷ്ഠിത കുറ്റത്തിൽ ക്രിമിനൽ കുറ്റം ചെയ്ത RS വിനോദിനെതിരെ പാർട്ടി മാതൃകാപരമായ നടപടിയെടുത്തെന്ന് PS ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഹവാല വഴി പണം വാങ്ങിയ സതീഷ് നായർ, പരാതിക്കാരനായ R ഷാജി പറഞ്ഞ S രാകേഷ് എന്ന BJP നേതാവ്, ഇത്തരം ചെറിയ കാര്യങ്ങളൊന്നും കോർ കമ്മിറ്റി പരിശോധിച്ചിട്ടില്ല. അത് പാർട്ടി കേന്ദ്ര നേതൃത്വവും പരിശോധിക്കില്ല. പ്രധാനമന്ത്രിക്കൊപ്പം പടമെടുത്ത് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച സതീഷ് നായർക്കെതിരെ IB അന്വേഷണമുണ്ടല്ലോ, അപ്പോൾ അത് നടക്കട്ടെ. എല്ലാം പോട്ടെ, റിപ്പോർട്ട് തയ്യാറാക്കിയ KP ശ്രീസിനെ മിണ്ടാൻ പോലും അനുവദിച്ചിട്ടില്ല. റിപ്പോർട്ട് തയ്യാറാക്കാൻ കൂടെയുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി AK നസീറിനുള്ളത് വഴിയേ വരും കേന്ദ്രത്തിൽ നിന്ന്. കോർ കമ്മിറ്റിയും ഭാരവാഹി യോഗവും ചേർന്നത് മുഖം രക്ഷിക്കാനോ എന്ന സംശയം വരുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ ഇവയാണ്. 1. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ BJP യോഗം ചേർന്നത് മുഖം രക്ഷിക്കാനോ? 2. തനിക്കെതിരെ ഉന്നത തലത്തിൽ ഗൂഢാലോചന നടന്നെന്ന രമേശിന്റെ ആരോപണം പാർട്ടി അന്വേഷിക്കുമോ? 3. രമേശിനെതിരായ V മുരളീധരൻ വിഭാഗത്തിന്റെ നീക്കങ്ങൾ കേന്ദ്ര നേതൃത്വം തടഞ്ഞു. 4. കോഴ വിവാദത്തിൽ നടന്നത് വ്യക്തിയാധിഷ്ഠിതമായ ക്രിമിനൽ കുറ്റമെന്ന BJP വാദം നിലനിൽക്കുന്നത്. 5. അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ ശ്രീസിനെ മിണ്ടാൻ പോലും അനുവദിക്കാത്ത യോഗം ചർച്ചയിൽ എന്ത് ആത്മാർത്ഥതയാണ് കാട്ടിയത്? 6. BJP വിവാദം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം എടുക്കുന്ന നിലപാടെന്ത്? കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, CPM MP ശ്രീ MB രാജേഷ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ NP ചെക്കുട്ടി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്.